ഓൾട്ടോ 800 VXi ആണ് 2022 വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് 22 സിംഗിൾ ഓണർഷിപ്പ് വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടി ആണ് സിംഗിൾ ഓണർ ആണ് 1000 cc വണ്ടിയാണ് സ്വിഫ്റ്റ് VDI ആണ് സെക്കൻഡ് ഓണർ ആണ് AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ അല്ലേ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് LXi അപ്പോൾ എങ്ങനെ പ്രൈസ് നമുക്ക് ഇതൊരു 68 രൂപ ഫൈനൽ എങ്ങനെ പ്രൈസ് വരുന്നത് 55000 രൂപ ഫൈനൽ കൊടുക്കാം 55 രൂപ അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് നമുക്ക് ഇത് 45000 രൂപ കൊടുക്കാം 45 രൂപ 28 വരെ പേപ്പർ ഉള്ള വണ്ടി 28 വരെ പേപ്പർ ഉള്ള വണ്ടി നമുക്ക് 79000 രൂപ കൊടുക്കാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ് ബെസ്റ്റ് ചോയ്സിൽ ഒരുപാട് വണ്ടികളുടെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഒമിനി തന്നെ ഒരുപാട് വണ്ടി ഒമിനിയുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അതുമാതിരി ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻ പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കാറുകൾ സെയിൽ ചെയ്ത് ബെസ്റ്റ് ചോയ്സിലായിരിക്കും എൻ്റെ അടുത്ത് ജെറിനോട് വീഡിയോയുടെ സ്വാഗതം നമസ്കാരം അപ്പം എന്താ പറയുക പുതിയ സ്റ്റോക്ക് ഒമ്പിന് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഒമ്പിന് കിട്ടാനില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടി ഒമ്പിന് വന്നിട്ടുണ്ട് അതൊരു ഈക്കോ ഉണ്ട് പിന്നെ ബഡ്ജറ്റ് കാറുകൾ നല്ല കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം പോലെ 2010 മുതൽ തന്നെ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ലൊക്കേഷൻ വരെ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ് ബെസ്റ്റ് ചോയ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പേര് അപ്പം കറക്റ്റായ ലൊക്കേഷൻ നമ്മുടെ വെറൈറ്റി മാർബിൾസിൻ്റെ അടുത്ത് ട്രിവാൻഡ്രം കാട്ടാക്കട വെറൈറ്റി മാർബിൾസിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ എങ്ങനെയാണ് സാർ ഓൾട്ടോ 2006 സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് 10 മാസം വരെ പേപ്പർ വരുന്ന വണ്ടിയാണ് മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ അതെ അതെ അപ്പോൾ കിലോമീറ്റർ എത്ര ഉണ്ടാവും കിലോമീറ്റർ 70-നകത്തേ ഓടിയിട്ടുള്ളൂ വണ്ടി കണ്ടീഷൻ ആണല്ലോ നല്ല വണ്ടി സീറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ വലിയ ഒന്നുമില്ല ജസ്റ്റ് പോളിഷ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ ഇല്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ വണ്ടി നീറ്റാണ് സർവീസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഡെന്റ് ഒന്നുമില്ല അല്ലേ അതിൽ കുഴപ്പമൊന്നുമില്ല ബ്ലാക്ക് കളറാണ് അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് 55000 രൂപ ഫൈനൽ കൊടുക്കും 55 രൂപ 2006 വണ്ടി ഓഫർ പ്രൈസ് ആണ് വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ തന്നെയാണ് ഇത് 2000 മോഡലാണ് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ 2000 മോഡൽ പേപ്പർ എത്ര ഉണ്ട് 28 വരെ പേപ്പർ ഉണ്ട് 28 പേപ്പർ ഉണ്ട് ഓക്കെ വണ്ടി ബോഡി കണ്ടീഷനും കുഴപ്പമില്ല വണ്ടി നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് മെക്കാനിക് സൈഡ് കൊള്ളാം ഇന്റീരിയർ എല്ലാം ഓക്കെ ആണ് നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടി വൃത്തിയിരിപ്പുണ്ട് കേട്ടോ AC പവർ സ്റ്റിയറിംഗ് ആണ് AC മാത്രമാണോ AC മാത്രം വരുന്ന വണ്ടി AC വർക്കിംഗ് ആണല്ലോ AC വർക്കിംഗ് ആണ് ബോഡി വെച്ച് നല്ല കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടി ബോഡി സ്ക്രാച്ച് പോലും ഇല്ല ശരിപ്പുണ്ട് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ടോ വണ്ടി അല്ലേ അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് നമുക്ക് ഇത് 45000 രൂപ കൊടുക്കാം 45 രൂപ 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് 45000 രൂപ ആൾട്ടോ എങ്ങനെയാ 2003 ആണ് 31 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് 5 വർഷം പേപ്പർ ഉണ്ട് 5 വർഷം പേപ്പർ സെക്കൻഡ് ഓണർ ഓക്കെ ടയറൊക്കെ 4 പുത്തൻ ടയർ ഉണ്ടല്ലോ ടയർ 4 പക്ക കണ്ടീഷൻ പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട് മെക്കാനിക് സൈഡ് പക്കയാണ് ഇന്നലെ കൊല്ലം വരെ ഓടിപ്പോയി വന്ന വണ്ടിയാണ് നീറ്റ് ആയിരിപ്പുണ്ടല്ലേ പെയിന്റ് കാര്യങ്ങളെല്ലാം ഒരു വിഷയമില്ല ധൈര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഓക്കെ ഇതിന്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കവറാണ് ഫാബ്രിക് ആണ് അല്ലേ കുഴപ്പമില്ല വാവൊക്കെ വൃത്തിയുണ്ട് നീറ്റാണ് ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ അല്ലേ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് LXi അപ്പോൾ എങ്ങനെ പ്രൈസ് നമുക്ക് ഇതൊരു 68 രൂപ ഫൈനൽ കൊടുക്കാം 5 വർഷം പേപ്പർ ഉണ്ടല്ലേ 5 വർഷം പേപ്പർ ഉണ്ട് പവർ സ്റ്റിയറിംഗ് AC സെക്കൻഡ് ഓണർ വണ്ടി സാൻഡ്രോ സിപ്പാണ് 2003 ആണ് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ വണ്ടി മെക്കാനിക് സൈഡ് എല്ലാം പക്കയാണ് AC എല്ലാം പക്ക കൂളിംഗ് ആണ് അപ്പോൾ 28 പേപ്പർ ഉണ്ടല്ലേ 28 വരെ പേപ്പറും വരുന്നുണ്ട് ബോഡി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല ബോഡി കണ്ടീഷൻ മെക്കാനിക് കണ്ടീഷൻ ഇന്റീരിയർ എല്ലാം ഓക്കെ ആണ് AC വരുന്ന മോഡൽ AC വരുന്ന മോഡൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടോ ഇല്ല AC മാത്രം ഓക്കെ AC വർക്കിംഗ് ആണല്ലോ AC വർക്കിംഗ് ആണ് വണ്ടി ഓവറോൾ കണ്ടീഷൻ കുഴപ്പമൊന്നും കാണുന്നില്ല എഞ്ചിൻ കണ്ടീഷൻ നല്ല ബോഡി ബിൽഡപ്പ് ആണ് വണ്ടി വേറെ മെക്കാനിക് സൈഡ് ഒന്നും വേറെ പ്രശ്നമില്ല അല്ല എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ നീറ്റ് ആണ് ഓക്കെ അപ്പോൾ എങ്ങനെ പ്രൈസ് 45000 രൂപ കൊടുക്കാം 45000 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് 800 പോലും കിട്ടൂല ഈ വിലക്ക് കണ്ടീഷൻ ധൈര്യമായിട്ട് എടുക്കാം AC ഉദ്ദേശിക്കുന്ന ഒരാളിന് ഈ വണ്ടി എടുക്കാം കണ്ടീഷൻ ആൾട്ടോ 2008 ആണ് 28 വരെ പേപ്പർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് AC മാത്രം വരുന്ന വണ്ടിയാണ് AC മാത്രമല്ലേ മെക്കാനിക് സൈഡ് കൊള്ളാം വണ്ടി നീറ്റ് ആണ് AC പക്ക കൂളിംഗ് ആണ് LX അല്ലേ അതെ ഓക്കെ ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഡെൻ്റ് ഒന്നുമില്ല ടയർ കണ്ടീഷൻ ഒരു 60-70% ടയറൊക്കെ ഉണ്ട് ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കുഴപ്പമില്ല നീറ്റ് ആയിരിപ്പുണ്ട് AC മാത്രം വരുന്ന വണ്ടിയാണ് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ ഒരു പ്രശ്നമില്ല AC എല്ലാം വർക്കിംഗ് ആണല്ലോ അതെ അപ്പോൾ ഓൾട്ടോ LX എങ്ങനെയാണ് പ്രൈസ് LX 2008 28 വരെ പേപ്പർ ഉള്ള വണ്ടി നമുക്ക് 79000 രൂപ കൊടുക്കാം 79 രൂപ ഓക്കെ അപ്പോൾ അടുത്ത വണ്ടി ഷവർലെ സ്പാർക്ക് മെക്കാനിക് സൈഡ് കൊള്ളാം 2011 ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഓക്കെ വണ്ടി അല്ലേ അപ്പോൾ പേപ്പർ 26 ഈ വർഷം പേരുണ്ട് ഈ വർഷം 7-ാം മാസം വരെ ഉണ്ട് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ബ്രോ അതിൻ്റെ ഓണർഷിപ്പ് തേർഡ് ആണ് കിലോമീറ്റർ ഏകദേശം 65000 കിലോമീറ്ററിന് മേളിൽ ഓടി ഓക്കെ
കണ്ടീഷൻ ആണല്ലോ എഞ്ചിൻ? ആ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ഡോർ പവർ ഉണ്ട്, AC പോസ്റ്റ് വരുന്നുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ഓക്കെ. ടയർ കണ്ടീഷൻ നല്ല കണ്ടീഷൻ. ടയർ കണ്ട് ഫ്രണ്ട് പുത്തൻ ടയറുണ്ട്, ബാക്ക് ഒരു 60% ടയറും ഉണ്ട് അല്ലേ? അത്യാവശ്യം ഓടാൻ പറ്റിയ വാഷ് ചെയ്ത വണ്ടി നല്ല വാഷ് ചെയ്താൽ മതി. അതെ. എങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 59,000 രൂപ ഫൈനൽ കൊടുക്കാം. 59 ഈ കണ്ടീഷൻ 2011 വണ്ടി. ഓക്കെ. ക്യുഡ് 2017 ആണ്, സിംഗിൾ ഓണർ ആണ്, 1000cc വണ്ടിയാണ്. 1 ലിറ്റർ ആണ് അല്ലേ? അതെ. ഓക്കെ. വേരിയന്റ് ഏതായിരുന്നു? ഫുൾ ഓപ്ഷൻ ആണ്, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. RXT ആണ് അല്ലേ? അതെ അതെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 80 അടുപ്പിച്ച് ഓടി. ഓക്കെ. ടയർ കണ്ടി നല്ല കണ്ടീഷൻ ഉണ്ട്, ടയർ മാറിയിട്ടുണ്ട്. അതെ. ഒരു ജസ്റ്റ് ഒരു ടച്ച് ആൻഡ് പോളിഷ് എടുക്കണം, നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി കൊടുക്കാം. ടച്ച് ആൻഡ് പോളിഷ് കൊടുക്കുള്ളൂ അല്ലേ? അതെ. ടയർ നല്ല കണ്ടീഷൻ, ഒരു 60-70% ടയർ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ചെറിയ സർവീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ചെയ്തിട്ടില്ല, സ്ലൈറ്റ്ലി ഡാമേജ് ആണ്. ഓക്കെ. ഇതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ചെറിയ ഡാമേജ് ഉണ്ട്, ഇവിടെ ക്രാക്ക്ഡ് ആണ്. അപ്പം ക്യുഡ് ക്ലൈംബർ 1 ലിറ്റർ എങ്ങനെ പ്രൈസ്? സിംഗിൾ ഓണർ, ക്വാളിറ്റി വണ്ടി, ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് 275 കൊടുക്കാം ഫൈനൽ. 275. ആ, ഓക്കെ. ഏകദേശം 2 രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും, 2-2.4 വരെ ലോണും കിട്ടും. ഓൾട്ടോ 800 VXi ആണ്, 2022 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 22 സിംഗിൾ ഓണർഷിപ്പ്. വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. കമ്പനി സർവീസിനായിരിക്കും. കമ്പനി സർവീസ്, ഹൈ ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൾട്ടോ VXi അല്ലേ? അതെ. ഓക്കെ. വണ്ടി ബോഡിയൊക്കെ നീറ്റ് ആട്ടോ, ഒന്നും പറയാനില്ല. VXi ആണ്, നീറ്റ് വണ്ടി. 6000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി സീറ്റിന്റെ കവറൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്, പ്ലാസ്റ്റിക് കവറൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പോസ്റ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം വെറും 6000 കിലോമീറ്റർ ഓടി വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർക്ക് ഈ വണ്ടി എടുക്കാം, ഒരു വിഷയമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ആ ഒരു തേയ്മാനം മാത്രമേ ഉള്ളൂ. വെറും 6000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 395 കൊടുക്കാം. 395 നെഗോഷ്യബിൾ ആണോ അതോ ഫൈനൽ ആണ്? 6000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, ഏകദേശം പുതിയ വണ്ടി 6000 രൂപയ്ക്ക് മേളിലുണ്ട്. ഇപ്പൊ ലോൺ എങ്ങനെ കയറുന്നത്? ലോണ് 3-3.5 രൂപ ലോണും കിട്ടും. ശരി. സ്വിഫ്റ്റ് VDI ആണ്, സെക്കൻഡ് ഓണർ ആണ്, 59,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ് വണ്ടി. മോഡൽ ഏതാ? 2015. 2015 അല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് ആണ് വണ്ടി. കമ്പനി സർവീസ് തന്നെയാണ്? കമ്പനി സർവീസ് ആണ്, ലോ കിലോമീറ്റർ ആണ്, VDI ആണ്, ABS എല്ലാം വരുന്ന ടൈപ്പാണ്. ഓക്കെ. കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ കമ്പനി സർവീസ് ആണല്ലേ? കമ്പനി സർവീസ് ആണ്, ധൈര്യമായിട്ട് എടുക്കുക ഈ വണ്ടി. ഓക്കെ. ഇന്ത്യൻ സീറ്റ് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിക്കും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ബോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡീസൽ ലോ കിലോമീറ്റർ വണ്ടി അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ അല്ലേ? അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ സ്വിഫ്റ്റ് ഡീസൽ 2015 സെക്കൻഡ് ഓണർ, 59,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്തായാലും മൈലേജ് 20 മേളിൽ മൈലേജ് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ചെറിയ സ്ക്രാച്ചസ് ഈ സൈഡിലുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 3,95,000 രൂപ കൊടുക്കാം. 395. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്, ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? അതിന് 3000 രൂപ അടുപ്പിച്ച് ഫിനാൻസ്. നെക്സ്റ്റ് വണ്ടി i10 2008 ആണ്, പവർ സ്റ്റിയറിംഗ്, AC 4 ഡോർ വരുന്നുണ്ട്, പവർ വിൻഡോ ഒക്കെ. മാഗ്നയാണ് വണ്ടി. ഓക്കെ. അപ്പോൾ 28 വരെ പേപ്പറും വരുന്നുണ്ട്. വണ്ടി നല്ല മെക്കാനിക് സൈഡൊക്കെ കൊള്ളാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ. എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഇത് 1.2 കാപ്പ അല്ലേ? അതെ. മാഗ്ന വേരിയന്റ് കാപ്പ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 4 ഡോർ പവറിന്റെ കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ ഒന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ, നീറ്റാണ്, AC എല്ലാം വർക്കിംഗ് ആണ്. അതെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഒരു 95,000 രൂപ കൊടുക്കാം. 2008 28 വരെ പേപ്പറുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പോൾ നെക്സ്റ്റ് A സ്റ്റാർ 2009 ആണ്, 29 വരെ പേപ്പറുള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 78,000 കിലോമീറ്റർ ഓടി. 78,000 കിലോമീറ്റർ അല്ലേ? ടയറെല്ലാം റീപ്ലേസ്മെന്റ്, ടയറൊക്കെ ഏതാണ്ട് ഒരു 80% ടയർ ഉണ്ട് കേട്ടോ. ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല, ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നീറ്റാണ്. അതൊക്കെ മെക്കാനിക് സൈഡ് കൊള്ളാം. സീറ്റ് വർക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്നുണ്ട്. LXi ആണെന്ന് അല്ലേ? LXi. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? A സ്റ്റാർ 1,29,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,29,000 ലോൺ. അപ്പോൾ നെക്സ്റ്റ് സാൻഡ്രോ 2004 ആണ്, 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ടയർ കണ്ടീഷൻ കൊള്ളാം, മെക്കാനിക് സൈഡ് എല്ലാം ഓക്കെ ആണ്. കിലോമീറ്റർ അതിന്റെ കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല. കിലോമീറ്റർ ഏകദേശം 1 lakh അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷനൊക്കെ കൊള്ളാം, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഒരു ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ അതെ. ഓക്കെ. ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട് അല്ലേ? അതെ. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്, സെൻട്രൽ ലോക്ക് വരെ വർക്കിംഗ് ആണ്. ടയർ നല്ല കണ്ടീഷൻ ഉണ്ട് കേട്ടോ.
ഓൾമോസ്റ്റ് ഫ്രണ്ടിൽ ടയർ 4 കൊള്ളാം. 4 ഫ്രണ്ടിൽ പുത്തൻ ടയർ, ബാക്കിൽ ഒരു 90% ടയർ. 4 പുതിയ തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 79,000 രൂപ കൊടുക്കാം. 79. 2004 28 വരെ പേപ്പറുള്ള പവർ സ്റ്റിയറിംഗ് AC 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി. കണ്ടീഷൻ വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി സാൻഡ്രോ സിംഗിൾ ഓണറാണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. 2006 ആണ് വണ്ടി. ഓക്കെ, എൻ്റെ 6 വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. അതെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ? ഒരു വിഷയമില്ല. ഓക്കെ, ഓടിയൊക്കെ നീറ്റ് ആയിരിപ്പുണ്ട് ബ്രോ. ഇതിൻ്റെ AC എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിരിപ്പുണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ സാൻഡ്രോ എങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 59,000 രൂപ കൊടുക്കാം. 59,000 രൂപ. വണ്ടി സിംഗിൾ ഓണറാണ്. 2006 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. മെക്കാനിക് സൈഡൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. 7 മാസം വരെ പേപ്പർ ഉണ്ട് അല്ലേ?